വെള്ളിയാഴ്ചയായിരുന്നു. അസർ ബാങ്ക് കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ആളുകൾ ഒഴിയുന്നതേയുള്ളൂ. മൊല്ലാക്ക നിസ്കാരപ്പായ മടക്കി വെച്ചതേയുള്ളൂ. കണ്ടിക്കിലെ ഉമ്മറിന്റെ മോൻ പള്ളിമുറ്റത്ത് സൈക്കിൾ സഡൻ ബ്രേക്കിട്ട് നിർത്തി. മുൻവാതിൽ പാതി ചാരിയ മൊല്ലാക്ക ഒരു ചോദ്യചിഹ്നം പോലെ ഒന്ന് നോക്കി. കിതയ്ക്കുന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു, തോട്ടുംകരയിലെ അയ്മുട്ടിയാപ്ലക്ക് നൊസ്. ബാഗും പിന്നെ മുന്നിലെ ചായ്പിൽ തൂക്കിയിട്ട വളയൻ കാലൻകൊടയും എടുത്ത് മൊല്ലാക്ക പുറം പണിക്കാരൻ കുഞ്ഞിരാമനെ നോക്കി പറഞ്ഞു, ഞമ്മള് വരാൻ വൈകും, ഇനി പണിയും കഴിഞ്ഞ് പൊയ്ക്കോളി, കായ വൈകുന്നേരം തരാം. ഇഷാ നമസ്കാരവും അത് കഴിഞ്ഞുള്ള പ്രഭാഷണവും കഴിഞ്ഞപ്പോഴേക്കും അന്ന് നന്നേ വൈകിയിരുന്നു. ഒരു മഴക്കാറ് കാണാനുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴയ്ക്ക് ഇന്നായിരുന്നു ഒരു ശമനം കിട്ടിയത്. വീണ്ടും പടിഞ്ഞാറ് മാനം കറുത്തിട്ടുണ്ട്. കൈപ്പാടിന്റെ തടിച്ച വരമ്പിന് ഇരുവശവും വളർന്നു നിൽക്കുന്ന കൈതക്കാടുകൾ ഇരുട്ടിന് നിറം കൂട്ടി. ഇരുട്ടിലെ നിഴൽ ചിത്രങ്ങൾക്കിടയിലൂടെ മൊയിൻകുട്ടി തങ്ങൾ വേഗം നടന്നു. പുഴയിൽ നല്ല ഒഴുക്കുണ്ട്. പുഴയ്ക്കപ്പുറത്താണ് തങ്ങളുടെ വീട്. വളരെ ഉയർന്ന ഒരു മരപ്പാലം കടന്നു വേണം അക്കരയ്ക്കെത്താൻ. മരപ്പാലത്തിന്റെ പലകകൾ അങ്ങിങ്ങ് ഇളകിയിട്ടുണ്ട്. കയ്യിലെ ടോർച്ച് വെളിച്ചത്തിൽ ശ്രദ്ധയോടെ മൊയിൻകുട്ടി തങ്ങൾ പാലത്തിലേക്ക് കാല് വെച്ചതേ ഉള്ളൂ. കൈതക്കാടിന്റെ ഓരത്തു നിന്നും ഒരു ഞരക്കം, ആരോ അടക്കം പറയും പോലെ. അങ്ങിങ്ങും മിന്നുന്ന കൊള്ളിയാൻ വെട്ടം രാത്രിക്ക് ഭയപ്പാടിന്റെ ആക്കം കൂട്ടി. ശക്തി സംഭരിച്ച് തങ്ങൾ ഉറക്കി ചോദിച്ചു, ആരാത്? ഞമ്മള് ചെറിയാപ്പു. ആ പേരിൽ അങ്ങനെ ആരും ആ നാട്ടിലില്ല. ഒരാൾ ഓടി കിതച്ച് മുന്നിൽ വന്നു നിന്നു. കൈതോല തട്ടി അവിടവിടെ മുറിഞ്ഞിട്ടുണ്ട്. ഇമ്മള് ചെറിയാപ്പു. പേര് പോലെ തന്നെ വളർച്ച നന്നേ കുറഞ്ഞ ഒരു മനുഷ്യൻ. ഉരുണ്ട് തടിച്ച മാംസപേശികൾ കണ്ടാൽ അറിയാം അധ്വാനിയാണ്. ഇങ്ങളാരാ? ഇങ്ങളെന്താ ഇവിടെ ഈ മോന്തിക്ക്? ചെറിയാപ്പുവിന്റെ മുഖത്തേക്ക് ടോർച്ച് വെളിച്ചം തെളിയിച്ച് മൊയിൻകുട്ടി തങ്ങൾ ചോദിച്ചു. കണ്ണിൽ വീണ വെളിച്ചത്തെ ഇടതു കൈകൊണ്ട് തടുത്ത് ചെറിയാപ്പു പറഞ്ഞു, ഞമ്മള് മാത്രല്ല, ബീഡരും പിള്ളേരും കൂടെ ഉണ്ട്. ഇങ്ങളെ ഏത് നാട്ടീന്നാ? ഇതിനു മുമ്പ് ഇങ്ങളെ കണ്ടിട്ടില്ല ഇവിടെ ഒന്നും. കുറച്ച് കേക്കുന്ന. രാവിലെ മുതൽ ഈ പുയലാ. ഇനി തീരെ വയ്യ. എവിടെയെങ്കിലും ഒന്ന് തല ചായ്ക്കണം. ഒരിടം വേണം. ജീവിക്കണം. ഉടുത്ത തോർത്തിന്റെ മുന്താണിയിൽ നിന്നും ഒരു ബീഡി എടുത്ത് കത്തിച്ച് ചെറിയാപ്പു ഒന്നാഞ്ഞു വലിച്ചു. മൊയിൻകുട്ടി തങ്ങളെ ഒന്ന് നോക്കി. നിസ്സഹായത നിറഞ്ഞതെങ്കിലും ആ കണ്ണുകളിൽ ഒരു അധ്വാനിയുടെ ആത്മവിശ്വാസം തങ്ങൾ കണ്ടു. ഓരെയെല്ലാം കൂട്ടി വരിക. അക്കരക്ക് ആ കാണുന്നതാണ് ഞമ്മളെ പോരാ. ഇന്ന് മോന്തിക്ക് ഏതായാലും അവിടെ കൂടാ. പിന്നീട് ചെറിയാപ്പു തങ്ങളെ വിട്ടുപോയില്ല. ഓടിപ്പുറം തോടിന്റെ കരയിൽ തങ്ങൾ ചെറിയാപ്പുവിന് കൂര വെക്കാൻ സ്ഥലം നൽകി. ചെറിയാപ്പു തങ്ങളുടെ കാര്യസ്ഥനായി. ചെറിയാപ്പു ആ നാട്ടുകാരനായി. വർഷത്തിന്റെ വരവറിയിച്ച് രാത്രി നല്ല മഴ പെയ്തു. പാടം നദിയായി. പോക്രാച്ചി തവളകൾ രാത്രി ബഹളം കൂട്ടി. രാവിലെ തന്നെ ചെറിയാപ്പു കൈക്കോട്ടും കൊണ്ടിറങ്ങി. ഇക്കൊല്ലം മഴ നേരത്തെ ഉണ്ട്. പറമ്പിന്റെ പടിഞ്ഞാറു ഭാഗം വൃത്തിയാക്കണം. കഴിഞ്ഞ കൊല്ലം കൂവ നട്ടതാണ്. വിളവ് നന്നായില്ല. അവിടം കമ്മ്യൂണിസ്റ്റ് പച്ചക്കേറി കാടു പിടിച്ചു കിടപ്പാണ്. തൊട്ടടുത്ത് കൂവളത്ത് കൃഷ്ണൻ നമ്പ്യാരുടെ പറമ്പാണ്. ആ നാട്ടിലെ പ്രമാണിത്ത കുടുംബങ്ങളിൽ ഒന്നാണ് കൂവളത്തെ വീട്ടുകാർ. വെള്ള വസ്ത്രം മാത്രമേ ഉടുക്കാറുള്ളൂ കൃഷ്ണൻ നമ്പ്യാർ. ഷർട്ടിടാറില്ല. ഖദറിന്റെയും വെള്ളമുണ്ടും വേഷ്ടിയും ഒരു കാതിൽ കടുക്കനും ഉണ്ട്. ആട്യത്തം വിളിച്ചോതുന്ന മുഖശ്രീ. ഒരു മകൾ മാത്രമാണ് കൃഷ്ണൻ നമ്പ്യാർക്ക്. ഭാര്യ
വർഷങ്ങൾക്ക് മുൻപേ മരിച്ചു. തൊഴുത്തിൽ നിന്ന് പാമ്പുകടിയേറ്റാണ് മരിച്ചത്. പാമ്പുകടിയേറ്റാൽ തെക്കേ കണ്ടിക്കലെ ഒറ്റക്കണ്ണൻ കുഞ്ഞാലിത്തങ്ങളെയാണ് വിളിക്കുക. പാമ്പിന്റെ മാത്രമല്ല, ഏതു വിഷവും കുഞ്ഞാലിത്തങ്ങൾ ഇറക്കും. കണ്ണീറിനും പ്രാക്കിനും കുഞ്ഞാലിത്തങ്ങൾ ചരട് മന്ത്രിക്കും. കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ചൊറിയും ചെരങ്ങിനും വെള്ളം മന്ത്രിച്ചു കൊടുക്കും തങ്ങൾ. ഒന്നിനും കൂലി പറഞ്ഞു വാങ്ങില്ല. കൂലി പറഞ്ഞു വാങ്ങരുത്. കുഞ്ഞാലിയുടെ കൂടെയുള്ള ജിന്നിന്റെ കൽപ്പനയാണത്. കുഞ്ഞാലി തങ്ങളാണ് നാടി പിടിച്ചു നോക്കിയത്. കൃഷ്ണൻ കൈക്കോറേ, ഓളെ ഇനി കാക്കണ്ട. ഓള് പടച്ചോന്റെ ഹൂറിയായി. പാമ്പ് കടിയേറ്റ ഭാഗം നോക്കി കുഞ്ഞാലി തങ്ങൾ പറഞ്ഞു, 8 അടി മൂർഖനാ, കടിച്ച 8 അടി മുയ്മനും നടക്കൂല. കണ്ണു നനയാതിരിക്കാൻ കൃഷ്ണൻ നമ്പ്യാർ പാടുപെട്ടു. മുറുക്കി തുപ്പാൻ പോലും ഒരു കോളാമ്പി സ്വയം കൈകൊണ്ട് എടുത്തിട്ടില്ല. വേണ്ടി വന്നില്ല എന്നതാണ് ശരി. ഒരു നിഴൽ പോലെ അവളുണ്ടായിരുന്നു കൂടെ. ഇനിയില്ല ഈ വലിയ വീട്ടിൽ, ഇനി 2 പേർ മാത്രം. മകൾ നാരായണി കാഴ്ചയിൽ സുന്ദരിയാണ്. നാരായണി അമ്മ മരിക്കുമ്പോൾ നാരായണിക്ക് 5 വയസ്സായിരുന്നു പ്രായം. കൃഷ്ണൻ നമ്പ്യാരെ പലരും 2ാമത് പെണ്ണ് കെട്ടാൻ നിർബന്ധിച്ചു. നിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആ കുഞ്ഞിന് ഒരമ്മ വേണ്ടേ? പെണ്ണാണ്, ഒരു പരിധി കഴിഞ്ഞാ കൃഷ്ണ നിനക്കാവൂല. നാട്ടുകാരും വീട്ടുകാരും നിർബന്ധിച്ചു. അവരോടെല്ലാം കൃഷ്ണൻ നമ്പ്യാർക്ക് ഒന്നേ പറയാനുള്ളൂ, നാരായണി എൻ്റെ മോളാണ്. എത്ര വളർന്നാലും എൻ്റെ മോളന്നെയാ ഓള്. പിന്നെ ഓളമ്മയ്ക്ക് പകരക്കാരിയാവാൻ ആർക്കാ പറ്റുക? കൃഷ്ണൻ നമ്പ്യാർ പിന്നീട് ജീവിച്ചത് മുഴുവൻ മകൾക്ക് വേണ്ടിയായിരുന്നു. തൻ്റെ ഇഷ്ടങ്ങളെയെല്ലാം കൃഷ്ണൻ നമ്പ്യാർ മാറ്റിവെച്ചു. നാരായണിക്ക് അമ്മയുടെ കുറവറിയിക്കാതെ കൃഷ്ണൻ നമ്പ്യാർ നോക്കി. 10ാം ക്ലാസ് വരെയേ നാരായണിയെ പഠിപ്പിച്ചുള്ളൂ. 10ാം തരം കഴിഞ്ഞാൽ ആ സ്കൂളിൽ പഠിപ്പില്ല. പിന്നെ ടൗണിലേക്ക് പോണം. അത് കൃഷ്ണൻ നമ്പ്യാർക്ക് പേടിയാണ്. 15 വയസ്സെങ്കിലും പ്രായത്തെ കവിഞ്ഞ വളർച്ചയുണ്ട് നാരായണിക്ക്. അത് അങ്ങേയറ്റത്തെ ആദ്യമാണ് കൃഷ്ണൻ നമ്പ്യാർക്ക്. പിന്നെ ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് മാറി മാറി കൃഷ്ണൻ നമ്പ്യാരും ആ വാർത്തയറിഞ്ഞു. തൻ്റെ പറമ്പിലെ തേങ്ങയിടാൻ വരുന്ന ചെമ്പേൻ കണ്ണൻ്റെ മോൻ അച്യുതനുമായി നാരായണിക്ക് അടുപ്പമുണ്ടത്രേ. ഒരിക്കലും കൃഷ്ണൻ നമ്പ്യാർക്ക് അത് അംഗീകരിക്കാനാവില്ല. ഒറ്റ മോളാണ്. ഈ കണ്ടതെല്ലാം അവൾക്കുള്ളതാണ്. ഏതേലും അന്യജാതി ചെക്കൻ. കൃഷ്ണൻ നമ്പ്യാർ ഇതറിഞ്ഞതായി നാരായണിക്ക് മുൻപിൽ ഭാവിച്ചില്ല. ഒരുപാട് പുസ്തകങ്ങൾ അവൾക്കായി വാങ്ങിച്ചു. വായിച്ച പുസ്തകങ്ങളിലെ പ്രണയനായകൻ എന്നും അച്യുതനായിരുന്നു. നായിക അവളും. പുസ്തകത്താളുകളിലൂടെ മനസ്സിലെ പ്രണയം വളർന്നു. നായക ചിത്രങ്ങളിൽ അച്യുതൻ്റെ മുഖം കണ്ടു. പുസ്തകം തൻ്റെ മുഖത്ത് വെച്ചുറങ്ങി. പ്രണയത്തിൻ്റെ മത്ത് പിടിക്കുന്ന മണമാണ് പുസ്തകത്തിന്. ആ മത്ത് വലിച്ച് നാരായണി പ്രണയപരവശയായി. കഥകളിയിലെ രാജകുമാരൻ്റെ വരവും കാത്തിരിക്കുന്ന രാജകുമാരിയായി. നല്ല വെയിലുണ്ട്, എന്നാലും ചൂട് കുറവാണ്. കുംഭമാസം കഴിയാറാവണം ചൂട് കൂടാൻ. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ തെയ്യം കുംഭമാസത്തെ ആദ്യമാണ്. നായർ സമുദായക്കാരുടെ തെയ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വേട്ടയ്ക്കൊരു മകൻ തെയ്യം. കുടുംബത്തെ മാറാവ്യാധികളിൽ നിന്ന് രക്ഷിക്കാൻ വേട്ടയ്ക്കൊരു മകന് ഗ്രാമവാസികൾ നേർച്ചകൾ നേരും. ഇളനീർ, തേങ്ങ തുടങ്ങി എന്തും. നാരായണിയുടെ അമ്മ വേട്ടയ്ക്കൊരു മകന് ഓലച്ചൂട്ടുകൾ നേർച്ചയായി കൊടുക്കാറുണ്ട്. പച്ച ഓല വെട്ടി ഉണക്കി ശുദ്ധതയോടെ വേണം ചൂട്ടുകെട്ടാൻ. കൃഷ്ണൻ നമ്പ്യാർ പതിവ് തെറ്റിച്ചില്ല. ചൂട്ടുകറ്റകൾ കെട്ടി നഗ്നപാതനായി നമ്പ്യാർ കാവിലെത്തിച്ചു. അവളില്ലെങ്കിലും ഒന്നിനും ഒരു കുറവും വരരുത്. കാവിൻ്റെ തിരുനടയ്ക്ക് മുൻപിൽ പെരുവണ്ണാൻ പീഠം വച്ചു.
ഒരു കോടിയിലയിൽ ഉണക്കലരിയും തേങ്ങയും വെച്ചു. വേട്ടയ്ക്കൊരു മകൻ തെയ്യം എഴുന്നള്ളത്തിനു മുൻപുള്ള തോറ്റം പാട്ടായി. നായരായി പുറപ്പെട്ടു നാളികേരം തകർപ്പാൻ, നാഴിക 320,000 നൽതേങ്ങയും. തോറ്റം പാട്ടിൽ ലയിച്ചിരുന്ന കൃഷ്ണൻ നമ്പ്യാർ പെട്ടെന്ന് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. സ്ത്രീകളുടെ കൂട്ടത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന നാരായണിയെ ഇപ്പോൾ അവിടെ കാണാനില്ല. കൃഷ്ണൻ നമ്പ്യാർ ഒരു വേള പകച്ചുപോയി. പിന്നെ ധൈര്യം സംഭരിച്ച് അവിടെ എല്ലാം പരതി നടന്നു. തോറ്റം പാട്ട് മൂർധന്യത്തിലെത്തി. കൃഷ്ണൻ നമ്പ്യാരുടെ മനസ്സിൽ പല വിചാരങ്ങളും കടന്നു വന്നു. മനസ്സിൽ വിചാര വിക്ഷോഭങ്ങളുടെ പെരുമ്പറ കൊട്ടി. കൃഷ്ണൻ നമ്പ്യാർ വീട്ടിലേക്കോടി. ഉമ്മറ വാതിൽ തള്ളി തുറന്ന് കൃഷ്ണൻ നമ്പ്യാർ അകത്തേക്ക് കടന്നു. നാരായണി, എടി നാരായണി! മറുപടി ഒന്നും കേട്ടില്ല. എടി നാരായണി, എന്നാലും നിനക്ക് എന്ത് കുറവാടി ഞാൻ വരുത്തിയേ? നീ ഈ അച്ഛനോട് ഇത് ചെയ്തല്ലോടി, പുറത്തിറങ്ങടി മൂദേവി. നാരായണി അഴിഞ്ഞ തലമുടി കെട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു. കാവിൽ വേട്ടയ്ക്കൊരു മകൻ തെയ്യം ഉറഞ്ഞു തുള്ളി. ക്രുദ്ധനായ കൃഷ്ണൻ നമ്പ്യാർ നാരായണിയുടെ മുടി വലിച്ചിഴച്ച് പുറത്തേക്കിട്ടു. അച്ഛൻ എന്താ ഈ കാണിക്കുന്നേ? എന്തിനാ എന്നെ തല്ലുന്നേ? ഇടി, കൊലമുടിക്കാൻ പിറന്ന അശ്രീകരം, നിന്നെ ഞാൻ! എനിക്ക് കാവിൽ നിന്നുടച്ച, അതാ ഞാൻ, എന്നെ വിശ്വസിക്കച്ച. നാരായണി അലമുറയിട്ട് കരഞ്ഞു. കാവിൽ അസുരവാദ്യം ഉച്ചസ്ഥായിയിലായി. മേശപ്പുറത്ത് കത്തിച്ചു വെച്ച റാന്തൽ വിളക്കെടുത്ത് അയാൾ നാരായണിയുടെ തലയ്ക്കടിച്ചു. തല പൊട്ടിയൊലിച്ചു. മണ്ണെണ്ണ വിളക്കിലെ തീ നാരായണിയെ വിഴുങ്ങി. അവൾ അലറിക്കൊണ്ട് നെട്ടോട്ടമോടി പൊട്ടക്കിണറ്റിലേക്കെടുത്ത് ചാടി. കൃഷ്ണൻ നമ്പ്യാർ വീട് മുഴുവൻ പരതി നടന്നു. പക്ഷേ ആരെയും കാണാൻ കഴിഞ്ഞില്ല. മുറ്റത്തെ മുല്ലപ്പൂക്കൾ വെറുതെ വിരിഞ്ഞു കൊഴിഞ്ഞു. പൂക്കളിർക്കാൻ നാരായണി വന്നില്ല. കൃഷ്ണൻ നമ്പ്യാർ നാട് വിട്ടുപോയി. പല രാത്രികളിലും ആരോ അലമുറയിട്ട് കരയുന്നത് പലരും കേട്ടു. ആ വീട് ഒരു പ്രേതാലയം ആയി. ആരും അവിടേക്ക് പോവാതായി. ചെറിയാപ്പൂ കാട് വെട്ടി പച്ചിലകൾ കൂട്ടിയിട്ട് ചില്ലിക്കമ്പുകൾ മാറ്റി അടുക്കി. അതിർത്തിയിൽ മണ്ണ് കോരിയിട്ട് വെടിപ്പാക്കി. ചുവന്ന പൂക്കളുള്ള ഒരു ചെമ്പകമരത്തിൻ്റെ വേരറുത്തു. ചുവന്ന രക്തം ധാരയായി മുറിഞ്ഞ വേരിൽ നിന്നൊഴുകുന്നത് കുഞ്ഞാപ്പു ശ്രദ്ധിച്ചു. സാധാരണ ചെമ്പകത്തിന് വെളുത്ത പാലാണ്. എന്നാൽ ഇത്... ചെറിയാപ്പൂ പൊട്ടക്കിണറ്റിനരികിലേക്ക് നടന്നു. എന്തെന്നില്ലാത്ത ഒരു ഭയം കുഞ്ഞാപ്പുവിന് തോന്നി. പണി നിർത്തി കുഞ്ഞാപ്പു പുഴയിൽ കുളിച്ചു കയറി. ശരീരത്തിന് തീരെ സുഖം പോരാ. ഒരു ചുക്കുകാപ്പി വേണം. ആമിന ചുക്കുകാപ്പി കൊണ്ടുവന്നു വിളിച്ചു. ചെറിയാപ്പു ഉറക്കത്തിലേക്ക് വീണിരുന്നു. പള്ളിയിൽ നിന്ന് മഗ്‌രിബ് ബാങ്ക് വിളിച്ചു. ചെറിയാപ്പു എഴുന്നേറ്റില്ല. എത്ര വയ്യെങ്കിലും ഇങ്ങനെ കിടക്കാറില്ല, ആമിന ഓർത്തു. ആമിന ചെറിയാപ്പുവിനെ കുലുക്കി വിളിച്ചു. ചുട്ടുപൊള്ളുന്ന പനി. ചെറിയാപ്പു കണ്ണു തുറന്നു. കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. കുഞ്ഞിക്കണ്ണൻ വൈദ്യരെ കണ്ട് കഷായം വാങ്ങിച്ചൂടെ? ചെറിയാപ്പു ആമിനയെ തുറിച്ചു നോക്കി. ആ നോട്ടത്തിൽ ഒരു പന്തിയില്ലായ്മ ആമിനയ്ക്ക് തോന്നി. ആമിന പുറത്തു ചെന്ന് പനിക്കൂർക്കയുടെ ഇല പറിച്ചെടുത്ത് പിഴിഞ്ഞു നീരാക്കി ഒരു കൊച്ചു പിഞ്ഞാണത്തിൽ കൊണ്ടുവന്ന് ചെറിയാപ്പൂവിൻ്റെ നേരെ നീട്ടി പറഞ്ഞു, ഇന്നാ ഇത് കുടിക്ക്, പനി പോവും. ഇല്ലാച്ചാ വൈദ്യരെ കാണാം. ചെറിയാപ്പൂ അവളെ സൂക്ഷിച്ചു നോക്കി. കയ്യിൽ നിന്ന് പിഞ്ഞാണം തട്ടി മാറ്റി. എന്നെ കൊല്ലാനാ? ശബ്ദത്തിന് മാറ്റമുണ്ടെന്ന് ആമിനയ്ക്ക് തോന്നി. അദ്ദേഹത്തിനാകെ ഒരു സ്ത്രൈണഭാവം. ആമിന ഉറക്കെ തങ്ങളെ വിളിച്ചു. തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഓടി വന്നു. ഇക്കാക്ക് എന്തുകൊണ്ട്?
ആമിനയുടെ തൊണ്ടയിടറി. തങ്ങൾ അകത്തേക്ക് ചെന്നു. ഒരു പരിചയഭാവവും തങ്ങൾ ആ മുഖത്ത് കണ്ടില്ല. ചെറിയാപ്പൂ, തങ്ങൾ വിളിച്ചു. ആര്? നിങ്ങൾ എന്നെ മറന്നോ? ചെറിയാപ്പൂ തങ്ങളെ നോക്കി ചോദിച്ചു. ആരയ്യ്? ഞാനോ? പിന്നെ ചെറിയാപ്പൂ പൊട്ടിച്ചിരിച്ചു. തങ്ങൾ ആമിനയോടായി പറഞ്ഞു. ഒരു മുന്തേല് വെള്ളം കൊണ്ടാ. തങ്ങൾ മുറ്റത്തേക്കിറങ്ങി. ചെറിയ കല്ലുകൾ പെറുക്കിയെടുത്ത് കുറച്ചു കറുകപ്പുല്ല് പറിച്ചെടുത്ത് അകത്ത് ചെന്നു. അലൂമിനിയം കിണ്ടിയിൽ ആമിന വെള്ളം കൊണ്ടുവന്നു. കിണ്ടി കയ്യിലെടുത്ത് തങ്ങൾ ഊതിക്കൊണ്ടിരുന്നു. കല്ലുകൾ ഓരോന്നായി കിണ്ടിവെള്ളത്തിലേക്കിട്ടു. നീ ആരാന്ന് ഞമ്മക്ക് തിരിഞ്ഞ്. അനക്ക് വേണ്ടോറല്ല ഇവൻ, ഓനെ വിട്ടു പോ നീ. ചെറിയാപ്പൂ ഞെരിവിരി കൊണ്ടു. തങ്ങൾ കിണ്ടിവെള്ളം ചെറിയാപ്പൂവിൻ്റെ തലവഴി ഒഴിച്ചു. ബിസ്മി ചൊല്ലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെറിയാപ്പൂ ചാടി എണീറ്റു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ തങ്ങളെ നോക്കി. കുഴപ്പമില്ല, അതൊരു ജിന്നാണ്, മോശപ്പെട്ട ജിന്ന്, ആയുസെത്താണ്ട് മരിച്ച ഒരാള്. തങ്ങൾ ആമിനയോടായി പറഞ്ഞു. ഓനെ ഒന്ന് നല്ലോണം നോക്കിക്കോ. അങ്ങനെയൊന്നും ഓളോനെ വിട്ടു പോവില്ല. ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിമുറ്റത്തേക്ക് കടക്കാൻ ചെറിയാപ്പൂ കൂട്ടാക്കിയില്ല. പള്ളിയിൽ വരുന്നവർ പലരും നിർബന്ധിച്ചു. ചെറിയാപ്പൂ എന്തൊക്കെയോ പെറുപെറുത്തു. ആരെയും തൊടാൻ അനുവദിച്ചില്ല. ചെറിയാപ്പൂ, എന്താ ഇത്? പള്ളിയിലേക്ക് വരാ, മൊല്ലാക്ക നിർബന്ധിച്ചു. ചെറിയാപ്പൂ സ്ത്രൈണ ഭാവത്തിൽ ചിരിച്ചു. മൊല്ലാക്കയെ തുറിച്ചു നോക്കി. പിന്നീട് പള്ളിക്കടുത്തുള്ള പുതിയ കാവിലെ പടുകൂറ്റൻ ചെമ്പകമരത്തിൻ്റെ ചില്ലയിൽ നിന്ന് ചെറിയാപ്പൂ ഒടിപ്പുറം തോടിലെ കയത്തിലേക്ക് എടുത്തു ചാടി. മൊല്ലാക്ക സൈക്കിളിൽ നിന്നും ഇറങ്ങി. അയ്മൂട്ടി ആൾക്കൂട്ടത്തെ നോക്കി പെറുപെറുത്തുകൊണ്ടിരുന്നു. മൊല്ലാക്ക മയിൽപ്പീലി ചൂട്ടുനീട്ടി അയ്മൂട്ടിയെ നോക്കി പറഞ്ഞു. എന്താ എനക്ക്? ഓനെ വിടാനുള്ള ഭാവമില്ലേ? ഓൻ്റെ ബാപ്പാനെ കൊന്നിട്ടും മതിയായില്ലേ? അയമൂട്ടി മണ്ണ് വാരി തലവഴിയിട്ടു. മൊല്ലാക്ക ഓതാൻ തുടങ്ങി. മയിൽപ്പീലി ചൂട്ട് അയ്മൂട്ടിക്ക് നേരെ നീട്ടി. അയ്മൂട്ടി ശാന്തമായി കിടന്നു. മൊല്ലാക്ക ബിസ്മി ചൊല്ലി. കാട്ടുതുളസിപ്പൂക്കളെ തഴുകി ഒരു ഇളം കാറ്റു വീശി. അവിടെ മാകെ ഒരു വശ്യ സുഗന്ധം നിറഞ്ഞു നിന്നു.